ഹലോ ഗൈസ്, അപ്പോഴേ ഇത് മൂന്നാറേക്ക് യാത്ര പോയൊരു വീഡിയോ ആണ് കേട്ടോ. നാട്ടിലെ വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് തിരിച്ച് ബഹറിനിലെത്തിയപ്പോഴാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോസ് എല്ലാം നോക്കി. എനിക്ക് ആകെ ഭയങ്കര മിസ്സിങ് ഒക്കെ തോന്നി തുടങ്ങിയതേ. മനസ്സിലെന്നും സൂക്ഷിക്കാൻ പറ്റിയ നല്ല ഓർമ്മകൾക്കൊപ്പം ഈ ഒരു യാത്രയും ചേർത്ത് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്ക് എത്താൻ നമ്മൾ ഒരു 3.5-4 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സെൻഹ റിസോർട്ട്സ് ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റിസോർട്ടിൻ്റെ ക്ലെൻലിനെസ്സും ആ ഒരു വൈബും ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. വാഷ്റൂമൊക്കെ കാണാൻ തന്നെയാണെങ്കിലും നന്നായി നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ. അവിടെ ചെക്ക് ഇൻ ചെയ്ത് ലഗേജൊക്കെ വെച്ച ശേഷം നമ്മൾ മൂന്നാറിലോട്ടാണ് കേട്ടോ പോയത്. ശരിക്കും പറഞ്ഞാൽ അത് ആനച്ചാലാണ് ഈ ഒരു റിസോർട്ട് വരുന്നത്. അവിടെ നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കും മൂന്നാറിലെത്താനായിട്ട്. പക്ഷേ നമ്മൾ പോണ സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആകെ ഒരു കരിഞ്ഞ അവസ്ഥയായിരുന്നേ. ഏപ്രിൽ മാസത്തിലാണ് പോകുന്നത്. സാധാരണ മൂന്നാറെന്ന് പറയുമ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്യേണ്ടതാണല്ലോ. പക്ഷേ നമുക്കിങ്ങനെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക്, അതായത് ഓരോ ക്ലൈമറ്റിലും ഓരോ സമയം പോകുമ്പോഴും ഓരോ ഫീലാണല്ലേ ഓരോ സ്ഥലങ്ങളും നമുക്ക് കിട്ടുന്നത്. എന്നിരുന്നാലും നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടു പോവാൻ ഒരു രസമാണല്ലോ. ഇത് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമാണ് കേട്ടോ. നമ്മുടെ നാടിനെ ഏറ്റവും മനോഹരമാക്കുന്നത് ഈ പച്ചപ്പും ഹരിതാപവും തന്നെയാണല്ലേ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണേ. കുന്നും മലയും തേയിലത്തോട്ടവും കാടും എല്ലാം ഈ മൂന്നാറിനെ ഭയങ്കര ഭംഗിയുള്ളതാക്കി മാറ്റുന്നുണ്ടേ. നമ്മൾ ഇറങ്ങിയപ്പോൾ വെയിലായിരുന്നെങ്കിലും പിന്നെ നമ്മൾ യാത്ര തുടർന്നപ്പോഴത്തേക്കും നല്ല മഴ കിട്ടി തുടങ്ങിയേ. അല്ലെങ്കിലും മഴയെ പ്രണയിക്കുന്നവർക്കൊപ്പം മഴയ്ക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയൊരു മഴയൊക്കെ ഉള്ളപ്പോൾ യാത്ര ചെയ്യാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണ്? മൂന്നാറിൽ നിന്നും ഹിൽ ടോപ്പ് വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹിൽ ടോപ്പിലേക്ക് പോകും തോറും നമ്മുടെ ഈ റോഡൊക്കെ കുറച്ചും കൂടെ ഇടുങ്ങിയാണേ വരുന്നത്. കൂടുതൽ ഹൈറ്റിലോട്ടാണല്ലോ നമ്മൾ പോകുന്നത്. അതിനൊപ്പം ഈ ചെറിയ മഴയും ഒക്കെ കൂടെ ആകുമ്പോഴത്തേക്കും ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേക വൈബുണ്ട് കേട്ടോ. ചെറിയ മഴയല്ലേ, നമ്മൾ പോയി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കാര്യമായിട്ട് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ലൊരു ഫീല് കിട്ടിയായിരുന്നേ. ഇപ്പോഴാണ് ശരിക്കും മൂന്നാർ കാണാൻ കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നിയത്. ഈ പച്ചപ്പിലേക്കൊക്കെ മഴ ഇങ്ങനെ പെയ്ത് വീഴുന്നത് കാണാൻ ഭയങ്കര ഭംഗിയല്ലേ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ചോയ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് റോഡ് ട്രിപ്സ് തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാനായിട്ട് അത് നല്ലൊരു രസമാണേ. അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയ സമയത്താണ് കേട്ടോ ഞാൻ എൻ്റെ ചെറിയ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഒന്ന് ഇറങ്ങി നടക്കുന്നതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നിട്ട് നമ്മളൊരു ചെറിയ വീഡിയോ പോലും എടുക്കാതെ പോകരുതല്ലോ. വീണ്ടും നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. എനിക്കൊരു കാഴ്ചയും അങ്ങനെ മിസ്സാക്കണ്ടെന്ന് തോന്നി. എന്നാലും ഞാൻ മാക്സിമം കട്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഈ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നത്. കുറേ ഭാഗങ്ങൾ എനിക്കെടുത്ത് കളയാനേ തോന്നിയില്ല. അതുകൊണ്ടാണ് കുറച്ച് ലെങ്തി ആയി പോയത്. അപ്പോൾ നമ്മൾ ഹിൽ ടോപ്പ് വ്യൂ പോയിന്റിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇതാണേ നമ്മൾ ഹിൽ ടോപ്പ് വ്യൂ പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. ശരിക്കും എനിക്ക് അവിടെ എത്തുന്നവരെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് ഇതങ്ങ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ മൂന്നാറിൻ്റെ വ്യൂ ആണ്. പിന്നെ കുറച്ചൊക്കെ കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും. ഇപ്പം മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങാൻ നേരമാണ് ഈ 2 ആൾക്കാരെ ശ്രദ്ധയിൽപ്പെട്ടത്. അവന്മാരെന്തോ കാര്യമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എത്തിയത് എവിടെയാണെന്നറിയാവോ? കണ്ണൻ ദേവൻ ഹിൽ പ്ലാന്റേഷൻ്റെ ചായ ബസാറിലാണ് കേട്ടോ. അവിടെ പലതരം ചായപ്പൊടികൾ ഉണ്ടായിരുന്നു കേട്ടോ. ചായ ഉണ്ടായിരുന്നേ. ഒരു മസാല ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ചൊന്ന് റിഫ്രഷ് ആയിട്ടാണേ പോയിട്ടുണ്ടായിരുന്നത്. ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദും കൂടും എന്നല്ലേ. അവിടുന്ന് ചായപ്പൊടിയും വാങ്ങി പിന്നെ ഒരു ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ച് റൂമിലോട്ട് കയറിയത്. പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തത്. അതിനു മുമ്പ് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്ന ഒരു തിരക്കിലായിരുന്നേ ഞാൻ. മൂന്നാർ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം നോക്കി വെച്ചോ, എന്തായാലും ഇഷ്ടപ്പെടുവേ. രാവിലെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കിട്ടിയായിരുന്നേ. മുകളിലെ കാഴ്ചയെല്ലാം കണ്ട് ഊഞ്ഞാലും കൂടെ ആടിയിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ.